വെറുതെ റാൻഡമായിട്ട് മീഷോ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കാണപ്പെട്ടത്. അപ്പോഴേ ചിന്തിച്ചതാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണമെന്ന്. ഏതാണ്ട് ഒരു 100 രൂപ താഴെ ഈ സാധനത്തിന് വില വരുന്നുള്ളൂ. ഏതാണ്ട് 24 പീസും കണ്ട് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സാധനം വെച്ചും പിന്നീട് ഇതുപോലത്തെ ഈ ഒരു സാധനം വെച്ചും ഒരു ഷൂറാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ ഷൂറാക്കി ചെയ്യാൻ വേണ്ടി ഒരു 100 അല്ലെങ്കിൽ 150 രൂപ താഴെ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അയച്ചത് എല്ലാവർക്കും DTC മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ഷൂ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ട ആദ്യത്തെ മെറ്റീരിയലാണ് ഇതുപോലെ 4 പോൾ വരുന്ന ഷൂ സ്റ്റാൻഡ് ഫിറ്റിംഗ് കണക്ടർ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. 87 രൂപയാണ് വന്നത്. ഏതാണ്ട് 24 പീസ് അതിനകത്തുണ്ടായിരുന്നു. പിന്നീട് വേണ്ടത് റീപ്പാന്ന് പേരുള്ള മെറ്റീരിയലാണ്. ഇത് ഗ്ലാസ് കടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിയത്. 60 സെൻറ്റിമീറ്ററിൻ്റെ 4 റീപ്പ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 സെൻറ്റിമീറ്ററിൻ്റെ 4 കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് 24 സെൻറ്റിമീറ്ററിൻ്റെ 4 കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 20 സെൻറ്റിമീറ്ററിൻ്റെ 4 കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പീസുകളെല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസംബ്ലിങ് വളരെ എളുപ്പമായിരിക്കും. 60 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ് നമ്മുടെ ഷൂ സ്റ്റാൻഡിൻ്റെ ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. 24 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ് നമ്മുടെ ഷൂ സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ 10 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഷൂ സ്റ്റാൻഡ് അടിയിൽ നിന്നൊരു 10 സെൻറ്റിമീറ്റർ കുറച്ച് പൊങ്ങിയിരുന്നോട്ടെ എന്ന് ഉദ്ദേശിച്ചാണ്. പിന്നീട് 20 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസാണ് നമ്മുടെ ഷൂ സ്റ്റാൻഡിൻ്റെ വിട്ടായിട്ട് വരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഷൂ സ്റ്റാൻഡിൻ്റെ സൈഡുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നീട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ 10 സെൻറ്റിമീറ്ററിൻ്റെ പീസ് അതിന് സ്റ്റാൻഡ് പോലെ, അതായത് അടിയിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മുടെ ഫിറ്റിംഗ് കണക്ടറിന് 4 പോളുകളാണുള്ളത്. അത് ഈ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ലെങ്ത് ആയിട്ട് എടുത്ത 60 സെൻറ്റിമീറ്ററിൻ്റെ പീസ് കണക്ട് ചെയ്താലും മതി. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു സാധനം കിട്ടും. നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മുടെ ഷൂ സ്റ്റാൻഡ് ഇങ്ങനെ മാത്രം സെറ്റ് ചെയ്താൽ വളരെ ബോറായതുകൊണ്ടും കൺവീനിയൻസ് വളരെ കുറവായതുകൊണ്ടും ഇതിൻ്റെ നടുക്ക് ഒരു പീസും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് 60 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസും 24 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസും വീണ്ടും എടുത്തിട്ടുണ്ട്. നടുക്കൊരു പീസും കൂടെ വരുമ്പോഴാണ് കുറച്ചും കൂടെ കൺവീനിയൻസും യൂസ്ബിലിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ കൂടുന്നത്. നടുക്കത്തെ പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിട്ടായിട്ട് എടുത്ത 20 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ് നടുവേ, അതായത് 10 സെൻറ്റിമീറ്റർ വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. 20 സെൻറ്റിമീറ്ററിൻ്റെ പീസ് 10 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 പീസ് കിട്ടും. പിന്നീട് 10 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസിൻ്റെ ഇടയ്ക്ക് ഫിറ്റിംഗ് കണക്ടർ ഫിറ്റ് ചെയ്യുക. നമ്മുടെ ഫിറ്റിംഗ് കണക്ടർ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ 4 പീസുകളും ഇതുപോലെ ഇരിക്കും കാണാൻ. വീണ്ടും നമ്മുടെ ഷൂ സ്റ്റാൻഡ് റീഅസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. അങ്ങനെ 87 രൂപയ്ക്ക് 24 മേടിച്ച ഫിറ്റിംഗ് കണക്ടറിൽ നമുക്ക് ഈ ഷൂ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി 12 കണക്ടറേ ആവശ്യം വന്നുള്ളൂ. കാര്യം ക്യൂരിയോസിറ്റി കൊണ്ട് ചെയ്തതാണെങ്കിലും ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുക്കാമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. മുകളിലുള്ള 4 ഫിറ്റിംഗ് കണക്ടർ ഉപയോഗിച്ച് ഇതേപോലെ തന്നെ ഒരു ഷൂറാക്കി നമുക്ക് അതിൻ്റെ മുകളിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഷൂറാക്കി? അടിപൊളിയല്ലായിരുന്നോ? ഞാൻ ഇത്ര ഒരു കട്ടിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാലും നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇത്രയും വിപുലീകരിച്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നതല്ലായിരുന്നു. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ പീസൊന്നും വെക്കണമെന്ന് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് ഈ സാധനത്തിന് അത്യാവശ്യം നല്ല കട്ടി ഉള്ളതുകൊണ്ട് ഞാൻ നൈസായിട്ട് ഇതിൻ്റെ നടുക്കൂടി ഒരു പീസ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ഷൂ ഒക്കെ വെക്കുമ്പോൾ താഴെ പോകത്തില്ലേ. അപ്പം നടുക്കൊരു ഇതും കൂടി ഇരുന്നത് എന്തായാലും നല്ലതാണ്. അപ്പോൾ ഇതുവരെ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കണം. പിന്നീട് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹാപ്പി. അപ്പോൾ അടുത്ത വീഡിയോ കാണാവുന്ന പ്രതീക്ഷയിൽ ഞാൻ അജിത്. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.